ദൈവസഭ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ ഞങ്ങളുടെ മേൽ അവിടുത്തെ ആത്മാവിനെ പകരണമെന്ന് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ 10 പേർ ചേർന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണെങ്കിൽ ആ ബാക്കി 9 പേരും ആമേൻ എന്ന് പറയാൻ തയ്യാറാകണം. സ്തോത്രം. 100 പേർ ചേർന്നിരുന്നു കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലോ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ആ 99 പേരും ആമേൻ ആമേൻ കർത്താവേ എന്ന് പറയുവാനായിട്ട് ഇടയാകണം. കാരണം അപ്പോസ്തലർ 4:32 വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവർ ആയിരുന്നു. കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് അവരുടെ നടുവിൽ പെയ്തിറങ്ങുവാൻ അനുകൂലമായ സാഹചര്യങ്ങൾ അവർ 10 ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു മനസ്സോടുകൂടെ ഒരു മനപ്പെട്ടുകൊണ്ട് അവർ ഇരിക്കുകയാണ്. ആരും ആരോടും പരാതി പറയുന്നില്ല, ആരും ആരോടും പരിഭവം പറയുന്നില്ല, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറയുന്നില്ല, ആരും അവർക്കുണ്ടായിപ്പോയ നഷ്ടങ്ങളെക്കുറിച്ചൊന്നും ആവലാതിപ്പെടുന്നില്ല. അവർ അനുഭവിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സത്യത്തിൽ അതിൻ്റെ ഗൗരവം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്നും ഒരു അറിവുമില്ലാതെ അവർ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് നഗരം വിട്ടു പോകാതെ കാത്തിരിക്കണം. ഹല്ലേലൂയ. യെരൂശലേമിൽ തന്നെ ആയിരിക്കണം. അത്ര തന്നെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തമായ പരിശുദ്ധ ആത്മാവ് അവർ ഒരു മനസ്സോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് സത്യസഭയുടെ മനോഹാരിത ആ 1-ാം നൂറ്റാണ്ടിൽ വെളിപ്പെട്ട് തുടങ്ങുമ്പോൾ അവിടെ ആത്മാവ് പറയുകയാണ്, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവർ ആയിരിക്കണം. നമ്മുടെ ഈ കൂട്ടായ്മ സത്യസഭയായി മാറുന്നത് ഇപ്പോൾ 100-120 പേരുണ്ടെങ്കിൽ 120 പേരുടെയും മനസ്സ് ഒന്നാകണം. ഏക ഹൃദയവും ഏക മനസ്സും ആകുമ്പോഴാണ് സത്യസഭ ഇവിടെ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ.